ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഹോർമുസ് കടലിടുക്കിന് തുല്യമായ മറ്റൊരു പ്രദേശം കണ്ടെത്തുക അസാധ്യമാണ്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ ജലപാത ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഘർഷഭൂമിയായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കവും അതിൽ പങ്കുചേരാൻ ദക്ഷിണ കൊറിയയ്ക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദവും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു സമുദ്രപാതയല്ല, മറിച്ച് ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിന്റെ നട്ടെല്ലാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20 മുതൽ 30% വരെ ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി പ്രധാനമായും ഈ പാതയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ചലനവും ആഗോള എണ്ണ വിലയെയും ഓഹരി വിപണിയെയും നിമിഷങ്ങൾക്കുള്ളിൽ ബാധിക്കും. ഈ തന്ത്രപ്രധാനമായ പ്രദേശത്ത് നിയന്ത്രണം ഉറപ്പാക്കുക എന്നത് ഏതൊരു വൻശക്തിയുടെയും ലക്ഷ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഖ്യകക്ഷികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇറാൻ സ്വാധീനം കുറയ്ക്കാനും ഈ പാതയിൽ മേൽക്കോയ്മ നേടാനും അനിവാര്യമാണ്. അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന ദൗത്യം ഔദ്യോഗികമായി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ സൈനിക രാഷ്ട്രീയ അജണ്ടകളുമുണ്ട്. അത്യാധുനിക മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, നിരീക്ഷണ ഡ്രോണുകൾ, നാവികസേനയുടെ ഡിസ്ട്രോയറുകൾ എന്നിവ വിന്യസിച്ചുകൊണ്ട് മേഖലയിൽ ഒരു അദൃശ്യ മതിൽ തീർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ നിഗൂഢമായ ലക്ഷ്യം. സ്വന്തം ജലപരിധിയിൽ അമേരിക്കൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ ബാധിക്കും. ചൈനയും റഷ്യയും പശ്ചിമേഷ്യ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രദേശം ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയയോട് നടത്തിയ ആഹ്വാനം ആഗോള നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൗത്യത്തിൽ ചേരേണ്ട സമയം എന്ന ട്രംപിന്റെ വാക്കുകൾ ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സുരക്ഷയിൽ അമേരിക്കയ്ക്കുള്ള പങ്കും വലുതാണ്. ഉത്തര കൊറിയയിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ സഖ്യത്തെ പിണക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് സാധിക്കില്ല. അമേരിക്കയുടെ സൈനിക ദൗത്യത്തിൽ പങ്കാളിയാകുന്നത് ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. ദക്ഷിണ കൊറിയയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ 70%-ലധികം പശ്ചിമേഷ്യയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷത്തിൽ കക്ഷി ചേരുന്നത് ഇറാന്റെ ശത്രുതയ്ക്കും കാരണമാകും. ഇത് ദക്ഷിണ കൊറിയയിലേക്കുള്ള എണ്ണ വിതരണത്തെ ബാധിച്ചാൽ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനാണ് ദക്ഷിണ കൊറിയ ആഗ്രഹിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ എത്രകാലം നിഷ്പക്ഷത പാലിക്കാൻ അവർക്ക് കഴിയുമെന്നതും ചോദ്യചിഹ്നമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ സ്വന്തം ഉത്തരവാദിത്തമാണെന്നാണ് ഇറാന്റെ വാദം. വിദേശ സൈനികർ ഈ മേഖലയിൽ കടന്നു വരുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുകയല്ല, മറിച്ച് സംഘർഷം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇറാൻ ആവർത്തിക്കുന്നു. തങ്ങളുടെ ജലപരിധിയിൽ വിദേശ കപ്പലുകൾ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത് അംഗീകരിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുമുണ്ട്. അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ തദ്ദേശീയമായ മിസൈലുകളും അതിവേഗ ബോട്ടുകളും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാനാണ് ഇറാന്റെ ശ്രമം. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് സൈനിക പരിഹാരം തേടുന്നത് വിപരീത ഫലം ചെയ്യുമെന്ന് അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വസ്തുത കൂടുതൽ സൈനിക വിന്യാസം മേഖല ഒരു ടിൻഡർ ബോക്സ് ആക്കി മാറ്റുമെന്നതാണ്. ഒരു ചെറിയ പിഴവ് അല്ലെങ്കിൽ പ്രകോപനം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാം. നാവികസേനകൾ നേർക്കുനേർ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു സാങ്കേതിക പിഴവ് പോലും ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടാം. സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന നയതന്ത്ര ചർച്ചകളുടെ വഴി അടയ്ക്കുന്നുമുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. ഹോർമുസിലെ ഓരോ സ്ഫോടനവും അല്ലെങ്കിൽ സൈനിക നീക്കവും ആഗോള വിപണിയിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയാണ്. സംഘർഷം കനത്താൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ പോകാൻ സാധ്യതയുമുണ്ട്. ഇത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തും. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നത് കപ്പൽ ഗതാഗതത്തെ ചെലവേറിയതാക്കും. ഇത് ആഗോളതലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ദക്ഷിണ കൊറിയ ഈ ദൗത്യത്തിൽ ചേരാൻ തീരുമാനിച്ചാൽ അത് ലോകത്തിന് നൽകുന്ന സന്ദേശവും വളരെ വലുതാണ്. ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കയുടെ ദൗത്യത്തിൽ ചേരാൻ ഇത് പ്രേരിപ്പിക്കും. ഇത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനേ സഹായിക്കൂ. അമേരിക്കയുടെ മേധാവിത്വ നീക്കങ്ങളെ ചൈന എങ്ങനെ നേരിടുമെന്നതും ഗൗരവകരമായ കാര്യമാണ്. ഏഷ്യ പസഫിക് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ ഇത് ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് ഇന്നൊരു യുദ്ധക്കളം മാത്രമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗ പലകയാണ്. അമേരിക്കയുടെ കരുത്തുറ്റ സൈനിക നീക്കങ്ങളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധവും അതിനിടയിൽ പെട്ടുപോകുന്ന ദക്ഷിണ കൊറിയയെ പോലുള്ള സഖ്യരാജ്യങ്ങളും ഈ സംഘർഷത്തെ അതീവ സങ്കീർണമാക്കുന്നു. സമാധാനപരമായ ഒരു പരിഹാരമാണ് ലോകം ആഗ്രഹിക്കുന്നതെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു നയതന്ത്ര പരീക്ഷണത്തിന്റെ വക്കിലാണ് ലോകമെന്നാണ്. ദക്ഷിണ കൊറിയ എടുക്കുന്ന ഓരോ തീരുമാനവും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ദിശ മാറ്റിയേക്കാം. വൻ ശക്തികളുടെ ഈ അധികാര പോരാട്ടത്തിൽ അത്യധികമായി ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് കാണണം.